നിങ്ങളൊരു +1 കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ആണ് അവസാനത്തെ ഈ വർഷത്തെ ലാസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു +1 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയോ ഈ വീഡിയോ കാണാതെ പോകരുത്. നിങ്ങൾക്ക് സ്നേഹമുള്ള എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാന നിമിഷത്തിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ച് നിങ്ങളുടെ മാക്സിമം മാർക്കിൽ എത്തണടാ. നിങ്ങൾ അധികം വലിയ ഫുൾ മാർക്കോ ഫുൾ എ പ്ലസോ ഓക്കെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ചാൽ എത്ര മാർക്ക് മാക്സിമം എത്തിക്കാൻ പറ്റോ അതിലൊരു മാർക്ക് പോലും കുറയാതെ നിങ്ങൾ നേടണം. അതാണ് എന്റെയും ആഗ്രഹം, ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന നിങ്ങളുടെയും ആഗ്രഹം, നിങ്ങളുടെയൊക്കെ ഓരോ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാരന്റ്സിന്റെയും ആഗ്രഹം. അത് സാധിക്കാൻ വേണ്ടിയെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ മുഴുവൻ കാണുക. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. എടാ +1 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1. നിങ്ങൾ ആദ്യം ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ എന്താ എഴുതേണ്ടത് നോക്ക്. നിങ്ങൾ ഓരോ സബ്ജക്റ്റും എടുക്കുക. ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി, അതിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്കുണ്ട്? 9 ചാപ്റ്റേഴ്സ് ആണല്ലേ, അത് എഴുതുക. ഇനി ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, CA അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റി, നിങ്ങൾ ഏതാണ് ഓപ്ഷണൽ അത് എഴുതുക ആ ടേബിളിൽ. ഇനി ഇംഗ്ലീഷ്, ഇത്രയും സബ്ജക്റ്റുകളാണ്. ബാക്കി മലയാളത്തിനൊക്കെ തലേദിവസമേ പഠിക്കാൻ നടക്കുള്ളൂ. അപ്പം ഇതെന്ത് ചെയ്യുക, കൃത്യമായി എഴുതുക. അതിൽ ഓരോന്നിനും എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളതും കൃത്യമായി എഴുതുക. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി ഹ്യൂമാനിറ്റീസുകാർ ഇത് കണ്ടുകൊടുക്കുന്നുണ്ടാകും. ഹ്യൂമാനിറ്റീസുകാരാണെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ സബ്ജക്ട് ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജിയോഗ്രഫി, സ്റ്റാറ്റി അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്ട് ഇംഗ്ലീഷ്, എന്നിട്ട് അവർക്കും എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്നുള്ളത് അവർ സെപ്പറേറ്റ് ടേബിൾ വരയ്ക്കണം. ഇത് ഞാൻ 2-3 ഒറ്റ ടേബിൾ വരച്ചേ ഉള്ളൂ. നിങ്ങളൊക്കെ നിങ്ങളുടേതായ ടേബിൾ വരയ്ക്കണം. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത്, ഈ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ ഇതാ 9 ചാപ്റ്റർ ആണല്ലേ അക്കൗണ്ടൻസിക്ക് ഉള്ളത്. ഇതിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച് നല്ല സെറ്റായ എത്ര ചാപ്റ്റർ ഉണ്ട് നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും തിയറി ബേസ് ഒക്കെ പണ്ട് മുതലേ പഠിക്കുന്നതായിരിക്കില്ലേ, അത് ഓൾറെഡി സെറ്റ് ആയതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമുള്ളതുണ്ടാകാം. അപ്പൊ ആ ചാപ്റ്റർ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കുറയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 2 ചാപ്റ്റർ ആണെങ്കിൽ ആ 2 ചാപ്റ്റർ, അല്ലെങ്കിൽ 3 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്റർ കുറയ്ക്കുക. എന്നിട്ട് ബാക്കി എത്രയുണ്ടെന്ന് എഴുതുക. അപ്പൊ ടേബിളിൽ ഓൾറെഡി എത്ര പഠിക്കാനുണ്ട്, അതിൽ നിങ്ങൾക്ക് ഈസി ആയത് എത്രയാണെന്നുള്ളത് അതിൽ നിന്ന് മൈനസ് ചെയ്യണം, മറക്കരുത്. യെസ്. ഇനി അടുത്തത് ബിസിനസ് സ്റ്റഡീസ്, ഓൾറെഡി 11 ചാപ്റ്റർ, അതിൽ നിങ്ങൾ ഓൾറെഡി ഒരു 4 ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ ആ 4 ചാപ്റ്റർ അതിൽ നിന്ന് കുറയ്ക്കുക, ബാക്കി 7. ഇനി ഹിസ്റ്ററിക്കാരാണെങ്കിലോ, ഹിസ്റ്ററിയിൽ ഓൾറെഡി 10, അതിലൊരു 5 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ ബാക്കി 6. ഇങ്ങനെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം സെറ്റ് ആണെന്നുള്ളത് നോക്കുക. അപ്പൊ 17 7 കുറച്ചാൽ ബാക്കി 10. ഇങ്ങനെ എല്ലാ ചാപ്റ്ററും എല്ലാ സബ്ജക്റ്റിൽ നിന്നും ചാപ്റ്ററുകളുടെ എണ്ണം കുറയ്ക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ പൊളിറ്റിക്സ് ആണെങ്കിൽ 20, CA ആണെങ്കിൽ 10 ചാപ്റ്റർ, മാത്സ് ആണെങ്കിൽ 14, ഇതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് കുറയ്ക്കണേ. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന് ഇവിടെ ഞാൻ പൊളിറ്റിക്സ് എടുക്കാം. 20 പൊളിറ്റിക്സ് അല്ല, ഇപ്പൊ CA എടുക്കാം. CA 10 നിന്ന് നിങ്ങൾ 5 പോയി, ബാക്കി 5. ഇനി ഇംഗ്ലീഷിൽ 7 ഒരു 2 നിങ്ങൾ സെറ്റാണ്, അപ്പൊ ബാക്കി 5. ഇങ്ങനെ നിങ്ങൾ എല്ലാത്തിനും കുറച്ച് ബാക്കിയുള്ളത് മാത്രം ആഡ് ചെയ്യുക ടോട്ടൽ. അപ്പൊ എത്രയുണ്ട്, 7 6 13 10 23 5 28 5 33 ചാപ്റ്റർ. മൊത്തം 58 ചാപ്റ്റർ ഉണ്ടായിരുന്ന ഒരു +1 കോമേഴ്സ് വിദ്യാർത്ഥിക്ക് ഇനി എത്ര പഠിച്ചാൽ മതി, 33 ചാപ്റ്റർ പഠിച്ചാൽ മതി. കാരണം ബാക്കി നിങ്ങൾ സെറ്റ് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ഏതൊക്കെയാ ചാൻസ്, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാകും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ പ്ലാൻ ചെയ്താൽ ഫെയിൽ ആയാൽ നമ്മൾ ഫെയിൽ ആവാൻ പ്ലാൻ ചെയ്യുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്ലാനിങ്ങിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല, കൃത്യമായി പ്ലാൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആവൂലേ. അപ്പൊ ഇനി പ്ലാൻ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടേ, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലായി, അത് മാത്രം മനസ്സിലായ പ്ലാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ടൈം ടേബിൾ എടുക്കുക, നിങ്ങളുടെ ടൈം ടേബിൾ എടുക്കുക. കൊമേഴ്സുകാരാണെങ്കിൽ കൊമേഴ്സിന്റെ ടൈം ടേബിൾ എടുക്കുക, ഹ്യൂമാനിറ്റീസുകാരാണെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരുടെ ടൈം ടേബിൾ എടുക്കുക. ഇപ്പൊ എക്കണോമിക്സിന് എത്ര ബാക്കിയുണ്ട് നോക്ക്. ഇക്കണോമിക്സിന് 10 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കിയുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സാം എടുക്കുക. എക്സാമിന്റെ തലേ ദിവസവും അതുപോലെ തന്നെ തലേന്റെ തലേ ദിവസവും, അതായത് 2 ദിവസം ഗ്യാപ്പ് അല്ലേ, ആ 2 ദിവസത്തെ ഗ്യാപ്പിലേക്ക് ഒരു ചാപ്റ്റർ പോലും നിങ്ങൾ അഡീഷണലി വെക്കാൻ വേണ്ടി പാടില്ല. ആ 2 ദിവസം റിവിഷന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ എക്സാമിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും നിങ്ങൾ ഒരു പ്ലാനിലും കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇത് എക്കണോമിക്സിന്റെ എക്സാം വരുന്നത് മാർച്ച് 25-നാണ് അല്ലേ. അപ്പൊ അതിന്റെ തലേ ദിവസം മാർച്ച് 24 ഉണ്ട്, മാർച്ച് 23 ഉണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ റിവിഷന് മാത്രം കണക്കാക്കാനുള്ളതാണ്. അവിടെ ഒന്നും നിങ്ങളൊരു പുതിയൊരു ചാപ്റ്റർ ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കരുത്. പക്ഷേ അതിനു മുമ്പ് ഇതാ നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷൻ പോലും ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ പൊളിറ്റിക്സോ ഇല്ലാത്ത ഒരു കുട്ടിക്ക്, ഇപ്പൊ ഹ്യൂമാനിറ്റീസ് അല്ലേ, ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ നോക്കൂ, മാർച്ച് 18 സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ മാർച്ച് 16 പൊളിറ്റിക്സ്, അല്ലെങ്കിൽ മാർച്ച് 23 സോഷ്യോളജി, ഇത് ഏതെങ്കിലുമൊക്കെ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അത്
നേരെ അത് കഴിഞ്ഞാൽ എക്കണോമിക്സിന് ഇത്രയോ ഒരാഴ്ചയോളം ഗ്യാപ്പാണ്, 7 days ഗ്യാപ്പാണ്. ഇവിടെയാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലാത്ത കുട്ടിക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കുട്ടിക്കും 7 ദിവസത്തെ ഗ്യാപ്പ്. 18-ാം തീയതി കഴിഞ്ഞ് 25-ാം തീയതിയാണ് എക്കണോമിക്സ്. അത്രയും ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ പല സബ്ജക്റ്റിനും ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഗ്യാപ്പ് ഉള്ള സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സ്, ഈ 10 ചാപ്റ്റർ, എത്ര ചാപ്റ്റേഴ്സ് എക്കണോമിക്സിനുള്ളത്? 10 ചാപ്റ്റർ. ആ 10 ചാപ്റ്ററും ആ ഗ്യാപ്പിലോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് പഠിച്ച് 5 ദിവസം അവിടെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലോട്ട് അത് മാറ്റി വെക്കണം. കാരണം എന്താ, ഇനി വരുന്ന എക്സാംസ് നോക്കൂ, ഇംഗ്ലീഷ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, ഇതിനൊക്കെ നിങ്ങൾക്ക് സമയം വേണം. അപ്പൊ ഇംഗ്ലീഷ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, ആ സബ്ജക്റ്റുകൾ നോക്കുക. അക്കൗണ്ടൻസിക്ക് നിങ്ങൾക്ക് 6 ചാപ്റ്റർ ബാക്കിയുണ്ട്, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 5 ചാപ്റ്റർ ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലും എത്രയും പെട്ടെന്ന് ഈ ചാപ്റ്ററുകൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും പഠിച്ചു തീർക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാപ്പുള്ള എക്കണോമിക്സ് ഒക്കെ നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ സോ നിങ്ങൾ ആദ്യം ചാപ്റ്ററിന്റെ കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങൾ ഗ്യാപ്പുകൾ നോക്കുക. ആ ഗ്യാപ്പുകളിൽ എക്സാമിന്റെ തലേ ദിവസം കൺസിഡർ ചെയ്യാതെ അതിനും മുമ്പുള്ള ദിവസങ്ങളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പുതിയ ചാപ്റ്ററുകൾ, ഈ ബാക്കിയുള്ള ചാപ്റ്ററുകൾ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവിടെ ആ ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. ഇക്കണോമിക്സിന്റെ ഗ്യാപ്പിൽ 5 ദിവസങ്ങളിൽ ഈ 10 ചാപ്റ്റർ അല്ല, എനിക്കൊരു 15 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ തീർക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ചാപ്റ്റർ ഇപ്പോഴേ പഠിക്കുക. ഓക്കെ, ആ ഗ്യാപ്പുകളിലേക്ക് വെച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടഫായിട്ടുള്ള ഏരിയാസ് ഒക്കെ ഇപ്പോഴേ പഠിക്കുക. അങ്ങനെ പ്രോപ്പറായി നിങ്ങൾ സ്റ്റഡി പ്ലാൻ ചെയ്യണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ശേഷം നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, സ്റ്റഡി. പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നടക്കില്ല. സ്റ്റെപ്പ് 2 കടക്കാൻ നിങ്ങൾക്ക് പറ്റണം. സ്റ്റെപ്പ് 2 നിങ്ങൾ പഠിക്കുന്നത്. എങ്ങനെ പഠിക്കണം, ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെ പഠിക്കണം? അപ്പൊ പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഷോട്ട് ക്ലാസ്സുകൾ കാണുക എന്നുള്ളതാണ്. 1 ഷോട്ട്. കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓരോ ചാപ്റ്ററും പഠിച്ചു തീർക്കാനും സമയമുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഇരുന്ന് വായിക്കാനുള്ള സമയം ഇല്ല താനും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഷോട്ട് ആയിട്ട് വൃത്തിക്കെടുക്കുന്ന ഒരു സാറിന്റെ ക്ലാസ് എടുത്ത് കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. 1 ഷോട്ട്. ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇത് നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ബാച്ച് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ 1 ഷോട്ട് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ബാച്ച് സ്റ്റുഡന്റ് അല്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞ, ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയായ 699 രൂപ, അതായത് ഒരു മന്തിന്റെ പ്രൈസ് അല്ലേ, ആ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. 1 ഷോട്ട് മാത്രമാണോ? അല്ല. നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 ഷോട്ട് കണ്ട ഉടൻ തന്നെ നിങ്ങൾ അതിന്റെ PYQs പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ PYQ വീഡിയോസ്, PYQ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് കാണുക. സാർ അതെവിടെ കിട്ടും? എടാ, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇതേ സാധനത്തിൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ട് ആപ്പിൽ കിട്ടും. ഓക്കെ, അപ്പൊ 1 ഷോട്ട് കണ്ടു, PYQ കണ്ടു, അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് എന്തുണ്ട്, ആപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ, ആപ്പിൽ തന്നെ ഉണ്ട്. അപ്പം ഈ സ്റ്റെപ്പ് 1 സ്റ്റഡിയിൽ നിങ്ങൾ എഡ്യൂപോർട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. 699 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തുണ്ട്, ബാച്ചിൽ അല്ലാത്ത കുട്ടികൾക്ക് അതുണ്ട്. അതിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെയുള്ള ലിങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ വഴി നിങ്ങൾ പഠിച്ചു, ഓൾറെഡി പ്ലാൻ ചെയ്തു. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് വഴി ആദ്യം 1 ഷോട്ട് കണ്ടു, പിന്നെ അതിന്റെ PYQs കണ്ടു, അഡീഷണൽ ക്വസ്റ്റ്യൻസ് കണ്ടു. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേറെയും ബാച്ച് സ്റ്റുഡൻസിന് ഓഫർ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് രാത്രി 7:30 ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാവും. നോർമലി എല്ലാ ദിവസവും വെക്കുന്നുണ്ട്. ആ ഗോൾഡൻ ക്വസ്റ്റ്യൻ ലൈവിന് ശേഷം പിന്നീട് ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം സൂമിൽ ഈ ബാച്ച് സ്റ്റുഡൻസിന് ഡൗട്ട് ക്ലിയറൻസ് സെഷനും അഡീഷണൽ ക്വസ്റ്റ്യൻ ലൈവുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്തായി, മൊത്തത്തിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇനി സ്റ്റെപ്പ് നമ്പർ 3 കിടക്കാം. റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചു, നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നിങ്ങൾ എഴുതി തള്ളിയ, എനിക്ക് ഓൾറെഡി സെറ്റ് ആണെന്ന് എഴുതി തള്ളിയ ചാപ്റ്റേഴ്സും കൂടി നിങ്ങൾ ഇവിടെ റിവിഷൻ ചെയ്തിരിക്കണം. റിവിഷൻ കമ്പൽസറി ആണ്. നേരത്തെ നിങ്ങൾ എഴുതി തള്ളിയ ചാപ്റ്റേഴ്സ്, അതായത് ഇതൊക്കെ എനിക്ക് എളുപ്പമാണ്, ഇതിന്റെ ഒന്നും കാണേണ്ട ആവശ്യമില്ല, അങ്ങനെ 1 ഷോട്ട് ഒന്നും കാണാതെ, ഒന്നും പഠിക്കാതെ, അതിന്റെ ഒന്നും ചെയ്യാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നുപോകും. ആ എളുപ്പമുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് നഷ്ടമാകും. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും റിവിഷൻ സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പായ റിവിഷൻ സ്റ്റെപ്പിൽ നിങ്ങൾ അതിനെ ഉൾപ്പെടുത്തിയിരിക്കണം. നേരത്തെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ചാപ്റ്റേഴ്സിനെ ഒന്ന് സ്പീഡിൽ ഓടിച്ചു വിടുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ റിവിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. സർ, ഇതുപോലെ കുറെ ഞങ്ങൾ പ്ലാൻ ഇട്ടതാണ്, ഇതുപോലെ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് പ്ലാൻ ഇട്ട് പഠിച്ചു തുടങ്ങിയതാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അതൊന്നും അങ്ങ് വർക്കായിട്ടില്ല, അതിനൊന്നുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെ നീ സപ്പോർട്ട് നമുക്ക് തരാവോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ഡെയിലി മോട്ടിവേഷൻ തന്ന് നിങ്ങളെ കൂടെ നിർത്തി, നിങ്ങളെ ഒപ്പം നിർത്തി പഠിപ്പിക്കാൻ അജാസ് സാറ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലബ്ബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ അടിയിൽ ഉണ്ടാകും.
ഓക്കെ, അത് മോർണിംഗ് വൈബ്സ് കമ്മ്യൂണിറ്റി അജാസ് സാറിന്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ദിവസവും അദ്ദേഹം തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്ന് നിങ്ങളുടെ കൂടെ ഈ 27-ാം തീയതി ഫെബ്രുവരി 27-ാം തീയതി മുതൽ നിങ്ങളുടെ അവസാന എക്സാം കഴിയുന്ന മാർച്ച് 27 വരെ സൗജന്യമായിട്ട് നിങ്ങളുടെ കൂടെ ഒരു ക്ലബിൽ അദ്ദേഹം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ധൈര്യമായി ജോയിൻ ചെയ്തോളൂ. അതൊരു ഫ്രീ ചാൻസ് ആണ്, നിങ്ങൾക്ക് ഡെയിലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ എന്ത് ചെയ്തോളൂ, ജോയിൻ ചെയ്തോളൂ. ഓരോ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും ഇപ്പൊ തന്നെ അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ 3 സ്റ്റെപ്പിലൂടെ നിങ്ങൾ കടന്നു പോവുക. 3 സ്റ്റെപ്പിലൂടെ കടന്നു പോകുക. പ്ലാനിംഗ് ആണ് ഫസ്റ്റ്, ശേഷം പഠിത്തമാണ്, ശേഷം നിങ്ങളുടെ റിവിഷൻ ആണ്. ഇത് 3ഉം കംപ്ലീറ്റ് ചെയ്താൽ എടാ നിങ്ങൾ കൈവിട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന എല്ലാ സാധനവും നമുക്ക് തിരിച്ചു പിടിച്ചെടുക്കാടാ. നിങ്ങൾ കൈവിട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന എല്ലാം നമുക്ക് തിരിച്ചു പിടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, അവസാന ദിവസങ്ങളിൽ കഷ്ടപ്പെട്ടാൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഇത്ര കോൺഫിഡൻസോടെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടി അനുഭവം കൊണ്ട് പറയല്ലടാ. നമ്മൾ വിചാരിക്കും പറ്റില്ല, എന്നാൽ ഇത്രയും കാലം ഉഴപ്പിപ്പോയില്ലേ, ഇനി ആ മാർക്ക് പോട്ടെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതങ്ങ് പോവും. പകരം നിങ്ങൾ ഇച്ചിരി ഒന്ന് എഫേർട്ട് എടുക്കാൻ തയ്യാറാവടാ. ഇച്ചിരി എഫേർട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളും തയ്യാറാണ്. ഓക്കെ, ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ്, മറ്റൊരു പ്ലാന്, മറ്റു കാര്യങ്ങൾ, മോട്ടിവേഷൻ എല്ലാ വീഡിയോസുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.